നെക്സ്റ്റ് നോക്കാനുള്ളത് SCRൻ്റെ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് ആണ്. SCRൻ്റെ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തൈറിസ്റ്റർ ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് കമ്മ്യൂട്ടേഷൻ? ഒരു തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ടേൺ ഓഫ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടേൺ ഓഫ് ചെയ്യാന്ന് വെച്ചാൽ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലുള്ള ഒരു തൈറിസ്റ്ററിനെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്ക് കൊണ്ടുവരിക. ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലുള്ള തൈറിസ്റ്ററിനെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്ക് കൊണ്ടുവരിക എന്നാണ് കമ്മ്യൂട്ടേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ SCR കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് പഠിക്കുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സാണ് കമ്മ്യൂട്ടേഷൻ. ഇനി ഈ ടേൺ ഓഫ് ചെയ്യുക എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലുള്ള തൈറിസ്റ്ററിനെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു SCRനെ അല്ലെ തൈറിസ്റ്ററിനെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ നിന്നും ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ആനോഡ് കറൻറ്റ് എന്ന് പറയുന്നത് കുറയ്ക്കുക. ആനോഡ് കറൻറ്റ് കുറച്ച് ഹോൾഡിംഗ് കറൻറ്റിനേക്കാളും താഴെ കൊണ്ടുവരണം. നമുക്കറിയാം ആനോഡ് കറൻറ്റ് ഹോൾഡിംഗ് കറൻറ്റിൻ്റെ താഴെ വന്നാൽ മാത്രമേ SCR ടേൺ ഓഫ് ആവത്തുള്ളൂ. സോ ആദ്യം ചെയ്യേണ്ട കാര്യം ആനോഡ് കറൻറ്റ് കുറയ്ക്കുക. ആനോഡ് കറൻറ്റ് കുറച്ച് ഹോൾഡിംഗ് കറൻറ്റിനേക്കാളും താഴ്ത്തി കൊണ്ടുവരിക. ആനോഡ് കറൻറ്റ് കുറച്ച് ഹോൾഡിംഗ് കറൻറ്റിനേക്കാളും താഴ്ത്തി കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ SCR ടേൺ ഓഫ് ആവത്തുള്ളൂ. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറിസ്റ്ററിന് അക്രോസ് ഒരു റിവേഴ്സ് വോൾട്ടേജ് സഫിഷ്യൻറ്റ് ടൈമിലേക്ക് അപ്ലൈ ചെയ്യണം. തൈറിസ്റ്ററിന് അക്രോസ് ഒരു റിവേഴ്സ് വോൾട്ടേജ് സഫിഷ്യൻറ്റ് ടൈമിലേക്ക് അപ്ലൈ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? തൈറിസ്റ്ററിന് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ്. തൈറിസ്റ്ററിന് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി തൈറിസ്റ്ററിന് അക്രോസ് ഒരു റിവേഴ്സ് വോൾട്ടേജ് സഫിഷ്യൻറ്റ് ടൈമിലേക്ക് അപ്ലൈ ചെയ്യണം. സോ ഒരു SCRനെ ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ വേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ ആനോഡ് കറൻറ്റ് കുറച്ച് ഹോൾഡിംഗ് കറൻറ്റിലും താഴെ കൊണ്ടുവരണം. രണ്ട്, SCRന് അക്രോസ് ഒരു റിവേഴ്സ് വോൾട്ടേജ് സഫിഷ്യൻറ്റ് ടൈമിലേക്ക് അപ്ലൈ ചെയ്യണം. എന്തിനാണ്? അതിൻ്റെ റിവേഴ്സ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പല സ്കീംസ് ഉണ്ട്. പല കമ്മ്യൂട്ടേഷൻ സ്കീംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പല കമ്മ്യൂട്ടേഷൻ സ്കീംസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ടേൺ ഓഫ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ ടൈം റെഡ്യൂസ് ചെയ്യാനാണ് ഓരോ സ്ഥലത്തും നമ്മൾ ശ്രമിക്കുന്നത്. ടേൺ ഓഫ് ടൈം അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പല ടൈപ്പ് കമ്മ്യൂട്ടേഷൻ സ്കീംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസ് എ കമ്മ്യൂട്ടേഷനാണ്. ആദ്യം നോക്കുന്ന ഏതാണ്? ക്ലാസ് എ കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് എ കമ്മ്യൂട്ടേഷനെ വിളിക്കുന്ന ഒരു പേരാണ് ലോഡ് കമ്മ്യൂട്ടേഷൻ. ക്ലാസ് എ കമ്മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് ലോഡ് കമ്മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ അതിന് മറ്റ് രണ്ട് പേരുകളും കൂടിയുണ്ട്. ഏതൊക്കെയാണ്? റെസൊണൻറ്റ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ. സോ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ്റെ മറ്റ് പേരുകളാണ് ഏതൊക്കെയാ? ലോഡ് കമ്മ്യൂട്ടേഷൻ, റെസൊണൻറ്റ് കമ്മ്യൂട്ടേഷൻ, സെൽഫ് കമ്മ്യൂട്ടേഷൻ. ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ്റെ മറ്റ് പേരുകൾ ഓർത്തിരിക്കുക: ലോഡ് കമ്മ്യൂട്ടേഷൻ, റെസൊണൻറ്റ് കമ്മ്യൂട്ടേഷൻ, സെൽഫ് കമ്മ്യൂട്ടേഷൻ. ഇനി ക്ലാസ് എ കമ്മ്യൂട്ടേഷനകത്ത് നമ്മൾ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കാണുന്നത്. ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ കാണാം, നമ്മളിവിടെ ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോഡിൻ്റെ വാല്യൂ, ലോഡെന്ന് പറയുന്നത് ആറാണ്. ആറിൻ്റെ വാല്യൂ ലോ ആണെങ്കിൽ, ലോ വാല്യൂസ് ഓഫ് ലോഡാണെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇൻഡക്ടറും കപ്പാസിറ്ററും ഈ ലോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. സോ ലോ വാല്യൂസ് ഓഫ് ആർ ആണെങ്കിൽ, ലോ വാല്യൂസ് ഓഫ് ലോഡ് ആണെങ്കിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ലോഡിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതേ സമയത്ത് ആറിൻ്റെ വാല്യൂ ഹൈ ആണെങ്കിൽ, ആറിൻ്റെ വാല്യൂ ഹൈ ആണെങ്കിൽ എന്നാ ചെയ്യും? കപ്പാസിറ്റർ റെസിസ്റ്റൻസിന് അല്ലെ ലോഡിന് പാരലായിട്ട് കണക്ട് ചെയ്യും. ഷൻ കണക്ഷനാണ് അവിടെ കൊടുക്കുന്നത്. ഷൻ കപ്പാസിറ്റർ കണക്ഷനാണ്. ഹൈ വാല്യൂസ് ഓഫ് ആർ ആണെങ്കിൽ നമ്മുടെ കപ്പാസിറ്റർ ഈ ലോഡിന് ഷണ്ടായിട്ട് കണക്ട് ചെയ്യും, പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പം ഈ സർക്യൂട്ടിൻ്റെ ഒരു കണ്ടീഷൻ എന്താണ്? ഈ ഓവറോൾ സർക്യൂട്ട് എങ്ങനെയായിരിക്കണം? അണ്ടർ ഡാംഡ് ആയിരിക്കണം. അത് ഓർത്തിരിക്കുക. ഓവറോൾ സർക്യൂട്ട് അണ്ടർ ഡാംഡ് ആയിരിക്കണം. അതുപോലെ ലോഡ് കമ്മ്യൂട്ടേഷൻ്റെ ഒരു പ്രത്യേകത, ലോഡ് കമ്മ്യൂട്ടേഷൻ്റെ പ്രത്യേകതയാണ് അത് DC സർക്യൂട്ടിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. DC സർക്യൂട്ടിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഈ ലോഡ് കമ്മ്യൂട്ടേഷൻ ഇസ് നോട്ട് പോസിബിൾ ഇൻ AC സർക്യൂട്ട്സ്. AC സർക്യൂട്ട്സിൽ ലോഡ് കമ്മ്യൂട്ടേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഈ കമ്മ്യൂട്ടേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും?
അതായത് ഡി സി സോഴ്സിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന തൈറിസ്റ്റർ സർക്യൂട്ടുകളിലാണ് ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ അഥവാ ലോഡ് കമ്മ്യൂട്ടേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡി സി സോഴ്സിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന ഡി സി സോഴ്സിൽ നിന്നും പവർ കൊടുക്കുന്ന തൈറിസ്റ്റർ സർക്യൂട്ട്സിലാണ് ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ അഥവാ ലോഡ് കമ്മ്യൂട്ടേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി ഡി സി സോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ എന്നാ പറ്റും? ഡി സി സോഴ്സ് കൊടുത്തു കഴിയുമ്പം കറണ്ടായി ഫസ്റ്റ് ഫ്ലോ ചെയ്യും. കറണ്ടായി ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? കറണ്ടായി അതിൻ്റെ മാക്സിമം വാല്യൂയിലോട്ട് പോകും. കപ്പാസിറ്റർ അതിൻ്റെ പീക്ക് വരെ ചാർജ് ചെയ്യും. അങ്ങനെ കറണ്ടായി അതിൻ്റെ മാക്സിമം വാല്യൂയിലേക്ക് പോകും. അത് കഴിയുമ്പോൾ എന്നാ പറ്റും? കപ്പാസിറ്റർ ചാർജ് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് തൈറിസ്റ്ററിന് അക്രോസ് വരും. തൈറിസ്റ്ററിന് അക്രോസ് വന്നു കഴിയുമ്പോൾ എന്നാ പറ്റും? കപ്പാസിറ്റർ പതുക്കെ ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പം കറണ്ട് എന്ത് പറയും? കുറയാൻ തുടങ്ങും. കറണ്ട് ഐ എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങും. അങ്ങനെ കറണ്ട് ഐ കുറയാൻ തുടങ്ങി എന്ത് ചെയ്യും? കറണ്ട് ഐ ഡീകേ ചെയ്ത് സീറോയിലോട്ട് വന്നിട്ട് അത് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. സോ നമ്മൾ ഡി സി സോഴ്സിൽ നിന്നും സപ്ലൈ കൊടുക്കുന്നു. ഡി സി സോഴ്സിൽ നിന്ന് സപ്ലൈ കൊടുക്കുമ്പം കറണ്ട് ഐ ഫ്ലോ ചെയ്യും. കറണ്ടായി ഫ്ലോ ചെയ്യുമ്പം കപ്പാസിറ്റർ സി എന്ന് പറയുന്നത് ചാർജ് ആവും. അങ്ങനെ കറണ്ടായി അതിൻ്റെ മാക്സിമം വാല്യൂയിലെത്തും. മാക്സിമം വാല്യൂ വരെ പോയിട്ട് എന്നാ പറ്റും? കപ്പാസിറ്റർ അന്നേരത്തിന് ഫുള്ളി ചാർജ് ചെയ്യും. ഇപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ചാർജ് എന്നാ പറ്റും? ഇത് തിരിച്ച് കപ്പാസിറ്റർ ചാർജ് ആയി കഴിയുമ്പം ഇത് തിരിച്ച് തൈറിസ്റ്ററിന് അക്രോസ് ഒരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇനി കറണ്ട് കുറയാൻ തുടങ്ങും. കറണ്ട് കുറയുമ്പോൾ എന്നാ പറ്റും? കറണ്ട് കുറയാൻ തുടങ്ങിയിട്ട് കറണ്ട് സീറോയിലേക്ക് ഡീകേ ചെയ്യും. ഡീകേ ചെയ്തിട്ട് ഈ കറണ്ട് അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത് ഡീകേ ചെയ്ത് സീറോ എത്തുമ്പോഴത്തേക്കും എന്നാ സംഭവിക്കും? സീറോ എത്തുമ്പോഴത്തേക്കും തൈറിസ്റ്റർ ഓഫ് ആവുകയും ചെയ്യും. കറണ്ട് ഡീകേ ചെയ്ത് സീറോ എത്തുമ്പോഴത്തേക്കും തൈറിസ്റ്റർ ഓഫ് ആവുകയും ചെയ്യും. ഈ ലോഡ് കമ്മ്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ടുള്ള ലോഡ് കമ്മ്യൂട്ടേഷൻ എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ടാണ് സീരീസ് ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ട്. സീരീസ് ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ലോഡ് കമ്മ്യൂട്ടേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. സീരീസ് ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ടിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ലോഡ് കമ്മ്യൂട്ടേഷൻ ആണ്. ബാക്കി കമ്മ്യൂട്ടേഷൻ സ്കീംസ് നമുക്ക് ഓരോന്നായിട്ട് ഓരോ ക്ലാസ്സിലായിട്ട് നോക്കാം. താങ്ക്